മുഴുവൻ സബ്ജക്ട്സിലും A+ നേടിയ SSLC +2 മിടുക്കരും LSS, USS, NMMS ഉന്നത വിജയം നേടിയ മികവുറ്റ പ്രതിഭകളുടെയും സംഗമമാണിത്. എല്ലാവരെയും ഈ നാടിനു വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഈ വിജയം വെറുതെ സംഭവിച്ചതല്ല. നിങ്ങളുടെ സമർപ്പണത്തിൻ്റെയും നിങ്ങൾ നടത്തിയ കമ്മിറ്റഡ് ആയിട്ടുള്ള പഠനത്തിൻ്റെയും റിസൾട്ടാണിത്. ഈ വിജയത്തിൽ നമ്മൾ ഓർക്കാതെ മാറ്റിവെക്കാൻ പാടില്ലാത്ത 2 കൂട്ടരുണ്ട്. ഒന്ന്, എല്ലാ സ്വന്തം ആശയങ്ങളും സ്വന്തം ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ഒരു പരിധിവരെ മാറ്റിവെച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കൾ, സ്വയം മെഴുകുതിരിയായി എരിയുന്ന രക്ഷിതാക്കളും, കുട്ടികളുടെ വിജയത്തിനായി കഴിവുകൾ കണ്ടെത്തി ചേർത്ത് പിടിച്ച് ഉള്ളതിനെ കൂടുതൽ കരുത്താക്കാനും പോരാത്തതിനെ അതിൻ്റെ പരിമിതിയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് കൂടെ കൊണ്ടുപോകാനും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന അധ്യാപകരുമാണ് ആ 2 കൂട്ടർ. ഇവരുടേതാണ് ഈ വിജയം. ഈ കൂട്ടായ്മയുടെ വിജയം നേടുമ്പോൾ നേരത്തെ പ്രസംഗിച്ച നമ്മുടെ പ്രിയങ്കരെല്ലാം പറഞ്ഞ പോലെ ഈ മാർക്ക് വിജയത്തിലേക്കുള്ള, ജീവിതത്തിൽ വിജയിക്കാനുള്ള വലിയ ഒരു അളവുകോല് തന്നെയാണ്. ആ വിജയത്തിലേക്കുള്ള ഈ അളവുകോലിൻ്റെ, ഈ കൺസിഡറേഷൻ്റെ, ഈ പാരാമീറ്റർ എന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മനുഷ്യനാവാൻ നമ്മുടെ സമൂഹം നമ്മളറിയാതെ നമ്മളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുടെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ MSFൻ്റെ ആളുകളുടെയും ഒക്കെ ഒരുപാട് ദിവസത്തെ പരിശ്രമമാണ് ഇന്നീ കാണുന്ന സെലിബ്രേഷൻ. അവരൊക്കെ സമൂഹത്തിൽ ഇടപെടുന്നത് എല്ലാ നല്ലതിനെയും സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഗുണകരമായി എങ്ങനെ മാറ്റാമെന്നുള്ള കൺസ്ട്രക്റ്റീവായ പ്രോസസ്സിലാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. അങ്ങനെ പരാജയപ്പെടുമ്പം തളർന്നു പോവാതിരിക്കാൻ, വിജയിക്കുമ്പം അഹങ്കരിക്കാതിരിക്കാൻ ഒരു നല്ല സമൂഹം അത് കെട്ടിപ്പടുക്കാനാണ് ഇവിടുത്തെ സമൂഹത്തിൻ്റെ നേതൃനിരയിൽ വിവിധ ശ്രേണികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ മാറ്റത്തിൻ്റെ കാലമാണ്. എല്ലാം നമ്മളൊരു മാറ്റത്തെയാണ്, വളരെ പോസിറ്റീവായാലും വളരെ ആശങ്കയോടുകൂടിയാണെങ്കിലും പരിഗണിക്കപ്പെടുന്നത് മാറ്റത്തെയാണ്. മാറ്റത്തിലെല്ലാം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ മാറ്റത്തിന് നേരെ പിടിച്ച ഘടികാരം കണക്കെ ഉള്ള പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷനിലാണ് നിങ്ങളും നമ്മുടെ മക്കളെയും നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. ആ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമയത്തെയും നമ്മുടെ വിഭവത്തെയും നമ്മുടെ ഗൗരവമായ അറ്റൻഷനെയും നമ്മൾ ഫോക്കസ് ചെയ്ത് നിർത്തുന്നത്. ആ മാറ്റത്തിന് ഉതകുന്ന തരത്തിൽ വരും കാലത്തെ ജോലിക്ക്, നാളെ ഈ നാടിനെ നയിക്കുന്നതിന് വേണ്ടി, ഈ സമൂഹത്തിലെ പ്രോബ്ലം സോൾവേഴ്സായി മാറുന്നതിന് വേണ്ടി ഈ മക്കളെ വിദ്യാഭ്യാസത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തലാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഇവിടുത്തെ സോഷ്യൽ ലീഡേഴ്സിൻ്റെയും ഒക്കെയുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അങ്ങനെയുള്ള കോഴ്സുകൾ വരുമ്പോൾ ഞങ്ങൾ നിയമസഭയിലെ ആദ്യ സെഷനിലാണ് ഞാനും എൻ്റെ കൊലീഗായ ഫാത്തിമ തഹ്ലിയും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിയാന്ന് ഞാൻ വൈകുന്നേരം CMനെ കാണാൻ പോയി. CMനോട് മുൻകൂട്ടി അനുമതി ചോദിച്ച് ഞാൻ CMൻ്റെ അടുത്തൊരു പ്രപ്പോസൽ വെച്ചു, ഒരു റിക്വസ്റ്റ് വെച്ചു. എൻ്റെ മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഓൺ ലെഗസി അവകാശപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള, ഏറ്റവും വലിയ ഹെറിറ്റേജ് പാരമ്പര്യമുള്ള എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബഹുമാന്യനായ അബ്ദുൾ റബ്ബ് സാഹിബ് പരപ്പനങ്ങാടിയിൽ കൊണ്ടുവന്ന LBS IASTയുടെ ആ ഫയൽ ഒന്നുകൂടി പൊടി തട്ടി CMൻ്റെ അടുത്തേക്ക് കൊടുത്തു. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, സയൻസ് ആൻഡ് ടെക്നോളജി,
ആ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആ സംവിധാനം എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന കണക്കെ പോലെ ഈ പറയുന്ന നീതി നിഷേധം തുടർന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ മറിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കാലം ഏറ്റവും മികവാർന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഇന്ന് വീണ്ടും ആ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിൽ അത്ര ഒരു പ്രയോറിറ്റി അതിന് നിലനിൽക്കാത്ത ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ IT കുറിച്ച് പറയാറുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച്. നമ്മൾ AI കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. നമ്മുടെ പരിസര പ്രദേശത്തൊക്കെയുള്ള അത് കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കാണെങ്കിലും, സൈബർ പാർക്ക് കോഴിക്കോട്ടുള്ളതാണെങ്കിലും, ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിലും ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളുണ്ട്. മുമ്പ് ഇത്തരത്തിലുള്ള കമ്പനികളിലെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ ആ കമ്പനിക്ക് വേണ്ടി ഇവിടുത്തെ കമ്പനിയുടെ പേരിലാണ് ജോലി ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം. ആ മാറ്റം ഒരു ചുരുക്ക ഭാഷയിൽ പറഞ്ഞാൽ ആ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ആയ കമ്പനികൾ ഇവിടെ ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന്, കർണാടകയിൽ വന്ന്, തെലുങ്കാനയിൽ വന്ന് അവരുടെ ഓഫീസുകൾ സ്ഥാപിക്കുന്ന GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. ലോകത്തെ ഏറ്റവും ടാലൻ്റായ ആളുകളുള്ളത് നമ്മുടെ ഇടയിലാണ്. എൻ്റെ തിരൂരങ്ങാടിയിലാണ് കേരളത്തിലെ ഏറ്റവും ടാലൻ്റായ ആളുകൾ ഉള്ളത് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും CMA. അതുകൊണ്ട് എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി വേണം. എനിക്ക് ഈ മണ്ണിൽ സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ടുവരണം. ഈ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായ തിരൂരങ്ങാടിയുടെ മണ്ണിലേക്ക് നാളത്തെ സാധ്യതകളെ മുൻനിർത്തി കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സമയമാണിത്. എല്ലാം ടെക്നോളജിയാൽ ബന്ധപ്പെട്ട ഒരു കാലമാണിത്. ഞങ്ങൾ ഇന്നിവിടെ MLA ഡിജിറ്റൽ ഓഫീസിന് ഇന്ന് നന്ദി കുറയ്ക്കുകയാണ്. ആരെയാണ് ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങിന് ആരെയാണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിൽ 2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് മറുപടി തന്നത്. ആരെയാണ് എൻ്റെ പ്രോഗ്രാമിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ +2 കഴിഞ്ഞ് എൻ്റെ മകൾ പറഞ്ഞു അത് ഫാത്തിമ തഹ്ലിയെ വിളിക്കണമെന്നുള്ളത്. ഞാൻ നേരെ ആ സമയത്ത് ഫാത്തിമ തഹ്ലിയെ വിളിച്ചു. പിന്നെ ഞാനൊരു രാത്രി നമ്മുടെ നേതാവ് കുഞ്ഞാക്കയുടെയും ഒക്കെ കൂടെ നന്നമ്പ്രയിൽ ഒരു വീട്ടിലേക്ക് കടന്നുപോയി. 1200 മാർക്ക് 1200 മാർക്ക് വാങ്ങിയ കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനനായ വിദ്യാർത്ഥിയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് ഞാൻ. ആ MLA ഓഫീസിൻ്റെ ഡിജിറ്റൽ ഓഫീസിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടത്തേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഹരികൃഷ്ണനാണ്. ഇന്നു മുതൽ എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, വി വിൽ ബി ഓൾവേസ്ലി കണക്റ്റഡ്. നമ്മളെപ്പോഴും കണക്ട് ചെയ്യും ലോകത്തിൻ്റെ സാധ്യതകളിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പ്രയാണത്തിലേക്ക് ഒരു ജനപ്രതിനിധിയായി, ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞാൻ ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഈ വിജയം ഇനിയും തുടരട്ടെ. കൂടുതൽ വിജയികളായി ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏറ്റവും ഉയർന്ന മേഖലയിൽ ഈ നാടിൻ്റെ യശസ്സും പെരുമയും പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുമോദനം ഈ നാട് നൽകുന്ന അനുമോദനമാണ്. സ്വന്തം മണ്ണ് നൽകുന്ന അനുമോദനമാണ്. സ്വന്തം നാടും സ്വന്തം വീടും നൽകുന്ന അനുമോദനമാണ്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ശോഭനമായ ഭാവിയിലേക്ക് ഇത് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ പ്രോബ്ലം സോൾവർ ആവുക. ഒരിക്കലും നിങ്ങൾ ഒരു അൺസ്കിൽഡ് ലേബേഴ്സായി പോവാതെ, ഒരിക്കലും നിങ്ങൾ സെമി സ്കിൽഡ് ലേബറായി പോവാതെ, നിങ്ങൾ ഡിസിഷൻ മേക്കേഴ്സായി പോവാനുള്ള നിങ്ങളുടെ മക്കൾ ഡിസിഷൻ മേക്കേഴ്സായി അവർ വഹിക്കുന്ന സ്ഥാനത്ത്, അവർ നടത്തുന്ന ബിസിനസ്സിൽ, അവർ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർ ഡിസിഷൻ മേക്കേഴ്സ് ആവാനുള്ള പ്രോസസ്സിൽ നമുക്ക് ഒരുമിച്ച് നാടിനെ ഒരുമിച്ച് അണിനിരത്തുകയും ലക്ഷ്യത്തിലെത്താൻ കഴിയുകയും ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത എല്ലാ പിന്തുണക്കും മുമ്പോട്ടുള്ള പ്രയാണത്തിനുള്ള പ്രചോദനത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും, പാരൻസിനെ, ടീച്ചേഴ്സിനെ, മിടുക്കരെ, പ്രതിഭകളെ ഹൃദ്യംഗമായി
അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.